വട്ടിയൂർക്കാവിൽ നിന്ന് തൊട്ടടുത്ത മണ്ഡലമായ നേമത്തേക്കാണ്. അവിടെ കോൺഗ്രസിന് ഡീൽ ജനങ്ങളോട് മാത്രമാണെന്ന് പറയുന്നു UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. രാജീവ് ചന്ദ്രശേഖർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നു. സർക്കാർ ചിഹ്നം പോലും LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി ദുരുപയോഗം ചെയ്യുന്നുവെന്നും KS ശബരിനാഥൻ 24 പറഞ്ഞു. നേമമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ചേട്ടാ, പ്രചരണ ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡീൽ വിവാദം വീണ്ടും കത്തിക്കയറുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തെ എല്ലാ മണ്ഡലങ്ങളിലുള്ള. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയരുന്നതും അങ്ങേ ചൊല്ലിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ആന്റണി രാജു പുതിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസിന്റെ വിജയ സാധ്യതയുണ്ടായിരുന്ന ജനപ്രതിനിധിയെ എടുത്ത് അരുവിക്കരയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് അരുവിക്കരയിൽ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ശബരിനാഥനെ നേമത്തേക്ക് മാറ്റുന്നു. ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഡീലിന്റെ ഭാഗമാണെന്നാണ് ആന്റണി രാജുവിന്റെ ഒരു ആരോപണം. എന്തായാലും നമ്മുടെയൊക്കെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളെ എവിടെ മത്സരിപ്പിക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം സെൻട്രലിലും അരുവിക്കരയിലും നേമത്തുമൊക്കെ കാൻഡിഡേറ്റ് വെച്ചിരിക്കുന്നത്. ഈ 3 കാൻഡിഡേറ്റ്സ് മോശമാണെന്ന് ആരും പറയില്ല. ശ്രീ CP ജോൺ കേരളം അറിയാവുന്ന ഏറ്റവും തലമുതിർന്ന നേതാവാണ്. ശ്രീ VS ശിവകുമാർ മുൻ മന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ ഈ കോർപ്പറേഷൻ്റെ UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അപ്പോൾ അങ്ങനെ പാർട്ടി കൃത്യമായിട്ട് ജനങ്ങളായിട്ടുമുള്ള ഡീലുമായിട്ട് ഈ 3 അസംബ്ലി ജയിക്കുവാനുള്ള അവസരത്തിനാണ് നിൽക്കുന്നത്. സിറ്റിംഗ് MLA മുൻ മന്ത്രി വീഡിയോ കോളിലാണ് ഇലക്ഷൻ കൺവെൻഷൻ അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തോട് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. നിയമമണ്ഡലത്തിലെ കാര്യം, നിയമമണ്ഡലത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള പരാതികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്ത് വിവാദം, തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ കൂടി പുതിയൊരു പരാതി വന്നിട്ടുണ്ട്. അദ്ദേഹം സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നം ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു പരാതി കൂടി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സർക്കാർ സംവിധാനങ്ങളെയൊക്കെ ഒരു കോമാളികളാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു BJP സ്ഥാനാർത്ഥിയുടെ അദ്ദേഹം കരമടിച്ച പ്രോപ്പർട്ടി 200 കോടി രൂപ വിലമതിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ നൽകാത്തതിനെ UDF ഏറ്റെടുത്ത് ഇലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായി സ്ക്രൂട്ടണിയിൽ ചോദ്യം ചെയ്തപ്പോൾ ആ സ്ക്രൂട്ടണിക്ക് വന്ന ഇടതുപക്ഷത്തിന്റെ ഏജന്റുമാർ ഒരു തുരുതുണ്ട് കടലാസിൽ പോലും ഒരു പരാതി കൊടുത്തില്ല. അതുപോലെ തന്നെ LDF മന്ത്രി ആണെന്ന് പറഞ്ഞ് മന്ത്രിയുടെ പേരിലുള്ള ധാരാളം ലെറ്റേഴ്സൊക്കെ എല്ലായിടത്തും ഫയലൊക്കെ വായിച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ പറഞ്ഞില്ലേ, ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ജനങ്ങളുടെ ഡീല് കോൺഗ്രസുമായിട്ടാണ്. നിയമത്തിന്റെ ഭാവി UDFന്റെ കയ്യിലാണ്. രഞ്ജിത്തിനൊപ്പം B24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.